നമ്മൾ പഠിച്ച ഭാഗമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് കണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഉടമ്പടി നടത്തി മദീനയിലേക്ക് വരാൻ വേണ്ടി ഏറ്റു. എല്ലാം ഉറപ്പ് നൽകി. മദീനയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ലൊരു സ്വീകരണം കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേൽക്കണം എന്ന നല്ല ആഗ്രഹത്തോടുകൂടെ മദീനക്കാർ പിരിഞ്ഞുപോയി. ഇപ്പോ മദീനക്കാർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന വിവരം ഖുറൈശികൾ അറിഞ്ഞു. അത് അറിഞ്ഞ ഭാഗം നമ്മൾ പറഞ്ഞു, ഇബ്ലീസ് മുഖേനയാണ് അത് അറിഞ്ഞത്. അങ്ങനെ ഇത് ഖുറൈശികൾ അറിഞ്ഞതോടുകൂടെ മക്കയിൽ ശക്തമായ മർദ്ദനങ്ങൾ വീണ്ടും അതിക്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുയായികളും മദീനയിലേക്ക് രക്ഷപ്പെട്ട് കളയും എന്ന ചിന്തയാണ്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം എന്ന ഒരു ആലോചനയിലാണ് ഖുറൈശികൾ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികൾക്ക് സമ്മതം നൽകി. നിങ്ങൾ മദീനയിലേക്ക് പോയിക്കോളൂ, അള്ളാഹുവിന്റെ ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അനുയായികളോട് മദീനയിലേക്ക് പുറപ്പെടാൻ വേണ്ടി അനുമതി നൽകി. അതോടെ ഒറ്റക്കും സംഘം ചേർന്നു മുസ്ലിങ്ങൾ മദീന ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. പലരും ഖുറൈശികളുടെ കണ്ണിൽ പെടാതെ രാത്രിയുടെ മറവിൽ ചെറു സംഘങ്ങളായും ഒറ്റക്കുമൊക്കെ ഇങ്ങനെ യാത്ര തുടർന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആദർശം രക്ഷിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ്. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് സ്വന്തം നാട് ഒഴിവാക്കേണ്ടി വന്നു, സ്വന്തം വീട് ഒഴിവാക്കേണ്ടി വന്നു, ഇതുവരെ ഉണ്ടാക്കി വെച്ച സമ്പത്തൊക്കെ വിട്ടേച്ച് പോകേണ്ടി വന്നു. വളരെ രഹസ്യമായിട്ടാണ് പലരും മദീനയിലേക്ക് പോകുന്നത്. ശത്രുക്കളുടെ മുന്നിൽ എങ്ങാനും അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഉണ്ടാവില്ല. പലരും ശത്രുക്കളുടെ മുമ്പിൽ പെട്ടു, അവർക്ക് നന്നായി മർദ്ദനമേൽക്കേണ്ടി വന്നു, പലരെയും തടവിലാക്കപ്പെടുകയും ചെയ്തു. അതിലൊരുപാട് ദുരിതങ്ങളുണ്ട്. അബൂ സലമ റളിയല്ലാഹു അൻഹുവും ബീവി ഉമ്മു സൽമ റളിയല്ലാഹു അൻഹായും അവിടുത്തെ ചെറിയ കുഞ്ഞ്, ഇവര് ഒരു സംഘമായിട്ട് യാത്ര പോവുകയാണ്. അപ്പോഴാണ് ഖുറൈശികൾ ഉമ്മു സലമയെ തടഞ്ഞു വെച്ചു. അങ്ങനെ അബൂ സലമയെയും ഉമ്മു സലമയെയും തടഞ്ഞു വെച്ചു, കുട്ടിയെയും പിടിച്ചു വെച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. കുട്ടിക്ക് സാരമായ പരിക്കേറ്റു. എത്രത്തോനെ ഇവരുടെ കൂടെ കുഞ്ഞിനെ പറഞ്ഞയച്ചില്ല. ഇവരൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടെങ്കിലും, ശത്രുക്കളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അബൂ സലമ റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. കുട്ടി ഒരു ഭാഗത്ത്, അങ്ങനെ ഉമ്മ മറ്റൊരു സ്ഥലത്ത്. ഇങ്ങനെ പലരെയും വിഷമത്തിലാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ചെറിയൊരു കുട്ടി ശത്രുക്കൾ മുന്നിൽ വെച്ച് തടഞ്ഞു വെച്ച്, വാപ്പാനൊരു ഭാഗത്ത്, ഉമ്മനൊരു ഭാഗത്തേക്ക്, കുട്ടിയൊരു ഭാഗത്ത്. എന്തായിരിക്കും ആ ഉമ്മയുടെയും ഉപ്പയുടെയും വിഷമം? ഇപ്പോൾ തന്നെ വാർത്താ മീഡിയകളിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവം. ഒരു കല്യാണ വീട്ടിൽ നിന്ന് സ്വന്തം പിതാവ് സ്വന്തം ഉമ്മയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഒരുപാട് തെരഞ്ഞു തിരൂരങ്ങാടി പോലീസ് ആ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ടെത്തി. ഏതായിരുന്നാലും അത് സ്വന്തം ഭർത്താവിന് എന്തൊക്കെ ഒരു ദുരൂഹതയുണ്ട് എന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും അത് ആ ഉമ്മയെ എത്ര തോനെ വിഷമത്തിലാക്കിയിട്ടുണ്ട്.
പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഉമ്മയും ഉപ്പയും ഒക്കെ നന്നായി സ്നേഹിക്കുന്ന ആ കുട്ടിയെ ശത്രുക്കള് ഉപ്പയൊരു ഭാഗത്ത്, ഉമ്മയൊരു ഭാഗത്ത്, കുട്ടിയൊരു ഭാഗത്ത്, ഈ രൂപത്തിൽ വിഷമത്തിലാക്കുകയാണ്. ഇങ്ങനെയാണ് പലരുടെയും അനുഭവങ്ങൾ. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് പലരും മദീനയിലേക്ക് ഇങ്ങനെ പുറപ്പെട്ടു. ഇവിടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ശത്രുക്കളെ നേരിടാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ല. ശത്രുക്കളെ നേരിടാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നല്ല ധീരന്മാരുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ നല്ല ധീരന്മാരുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മനസ്സിന്റെ വിശാലത കൊണ്ടാണ് അവിടെ ഒരു പ്രശ്നങ്ങളില്ലാതെ, അവിടെ ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും ഇസ്ബിറു വസ്വാബിറു വറാബിതു എന്ന് പറയുന്ന നിർദ്ദേശം കൊണ്ട് അവരത് അപ്പാടെ മനസ്സിൽ രൂഢമൂലമൊതുക്കി അവരിങ്ങനെ നടന്നു പോവുകയാണ്. അവിടെ ഒരു പ്രശ്നത്തിന് നിന്നില്ല. നോക്കൂ, ഒരു ഭാഗത്ത് തന്റെ സ്വന്തം അനുയായികൾക്ക് പോലും ശത്രുക്കളെ മർദ്ദിക്കാൻ കഴിയും. അപ്പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് എല്ലാ സഹായം ചെയ്യാൻ റെഡിയാണ്, മല പോലും മറച്ചിടാൻ റെഡിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ക്ഷമിച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോകാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും രഹസ്യമായി പോവുകയാണ്. പക്ഷേ അവിടെയും നിങ്ങൾ നോക്കണം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പലരും വ്യത്യസ്ത സ്വഭാവക്കാരാണ്. പലരും അങ്ങനെ പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഹിജ്റ പോകുന്നത് പരസ്യമായില്ല. അങ്ങനെയാണല്ലോ, പലരും വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. പക്ഷെ ആ വ്യത്യസ്ത സ്വഭാവങ്ങളെ പോലും പിടിച്ചു നിർത്തി നല്ല നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ എന്താ ചെയ്തത്? യാത്രക്കുള്ള നല്ല വസ്ത്രം ധരിച്ച്, ആയുധമണിഞ്ഞ്, കഅബ തവാഫ് ചെയ്ത്, ഇബ്രാഹിം മഖാമിൽ പോയി നിസ്കരിച്ച്, ശേഷം ഖുറൈശികൾ കൂടി ഇങ്ങനെ ഇരുന്ന് സ്വറ പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കെ പറയാണ്, നിങ്ങൾക്കാർക്കെങ്കിലും ഭാര്യയെ വിധവയാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മക്കളെ അനാഥരാക്കണം എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, ഉമ്മമാരെ കരയിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ പിന്നാലെ വരാം എന്നും പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോരുന്നത്. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ എങ്ങനെയെങ്കിലും നബി തങ്ങളുടെ അടുക്കൽ നിന്ന് ഒരു സമ്മതം കിട്ടിയാൽ മതി, എല്ലാറ്റിനെയും പിടിച്ച് ശരിയാക്കാൻ പറ്റിയ നല്ല ധീരനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊന്നും സമ്മതം നൽകിയില്ല. ഇരിക്കട്ടെ, മക്കയിലെ മുസ്ലിങ്ങളെല്ലാം ചെറുസംഘങ്ങളായും ഒറ്റക്കും അങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ രാത്രിയുടെ മറവിലും അല്ലാതെയുമായി യാത്ര തുടർന്നു. ഇനി ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം രോഗവും ബലഹീനതയുമുള്ള ആളുകളും കുറച്ചാളുകളൊക്കെ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. അവരും മാത്രമേ മക്കയിൽ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം മദീനയിലേക്ക് പോയിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാം, ആദ്യം പുറപ്പെട്ടത് അബൂ സലമയാണ്, ശേഷം ആമിർ ഇബ്നു റബീഅയാണ്, ഭാര്യ ലൈലയും, അതിന്റെ ശേഷം അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് സഹോദരൻ, കുടുംബം, ഇങ്ങനെയാണ് പോയത്. ഇപ്പോ നമുക്ക് ചരിത്രത്തിന്റെ ആ ഒരു ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ നിന്ന് വന്ന് കണ്ടത് ദുൽഹിജ്ജ മാസത്തിലെ അയ്യാമുത്ത് തശ്രീഖിന്റെ രണ്ടാമത്തെ രാത്രിയിൽ കണ്ട് ഉടമ്പടിയൊക്കെ ഉറപ്പിച്ച് അതിന്റെ ഇടയിലാണ് ഇപ്പോ യാത്രയൊക്കെ പോയത്. ആ ഉടമ്പടി കഴിഞ്ഞ് 2 മാസവും
2 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം ദുൽഹിജ്ജ, മുഹറം, ദുൽഹിജ്ജയിലെ 10 ഏകദേശം ഒരു 12 പിന്നെ മുഹറം, സഫർ, അങ്ങനെ 2 മാസവും ഏതാനും ദിവസങ്ങളുമായപ്പോൾ മക്കയുടെ ഏകദേശ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളൊക്കെ മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഖുറൈശികൾ ഇങ്ങനെ ആലോചിച്ചു നോക്കുന്നത്, ഇനി ഇവരുടെ ഒക്കെ നേതൃത്വം നൽകുന്നത് മുഹമ്മദാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവനെ നമുക്ക് മദീനയിലേക്ക് വിടാൻ സമ്മതിക്കരുത്. അങ്ങനെ ഇവരിങ്ങനെ ഒരു തീരുമാനിക്കുകയാണ്. എന്താ തീരുമാനം? അവർ തീരുമാനിക്കുന്നത് ദാറുൻ നദുവയിൽ വെച്ചാണ്. ദാറുൻ നദുവ എന്ന് പറയുന്നത് ഖുസൈ ഇബ്നു കിലാബിന്റെ വീടായിരുന്നു ദാറുൻ നദുവ. ജാഹിലിയ്യ കാലത്ത് ഖുറൈശികൾ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വീടാണ്. മക്കയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വീട് ദാറുൻ നദുവയാണ് എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. ലോകത്തെ ആദ്യത്തെ പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബൈത്തുല്ലാഹി കഅബ, വിശുദ്ധമായ കഅബാലയമാണ്. ആ മക്കയിലെ ആദ്യം നിർമ്മിക്കപ്പെട്ട വീട് ഖുസൈ ഇബ്നു കിലാബിന്റെ വീടായ ദാറുൻ നദുവയാണ് എന്നതാണ് ചരിത്രം. ഏതായാലും വിശുദ്ധ കഅബയുടെ സമീപത്തുള്ള വീടാണ് ദാറുൻ നദുവ. ഇവർ കൂടിയാലോചന നടത്തുകയാണ്. എന്തിനാ കൂടിയാലോചന നടത്തുന്നത്? എല്ലാവർക്കും ക്ഷണക്കത്ത് കൊടുക്കുന്നത് പോലെ എല്ലാവരും വിളിക്കുകയാണ്. ഇവരൊക്കെ ഓരോ തീരുമാനമായിട്ട് വരണം. എന്തിനാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊന്നുകളയണം. അതിനു വേണ്ടിയിട്ടാണ് അവർ യോഗം തീരുമാനിക്കുന്നത്. ഈ യോഗത്തിനുള്ള കാരണം മക്കയിൽ നിന്നും മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയെങ്കിലും നീങ്ങുമെന്ന് അവർക്ക് ഉറപ്പായിട്ടുണ്ട്. ഇനി അങ്ങനെ നീങ്ങാൻ പറഞ്ഞുകൂടാ. മദീന കേന്ദ്രീകരിച്ച് മുസ്ലിങ്ങൾ ശക്തിയാർജിച്ചു കഴിഞ്ഞാൽ ആ മദീനയിൽ നിന്നും മക്കയിലേക്ക് പടനയിച്ചുകൊണ്ട് അവരിങ്ങോട്ട് വന്നാൽ നമ്മയെല്ലാവരെയും കൊന്നുകളയുമെന്നുള്ളൊരു ഭയം അവർക്ക് വരികയാണ്. ആ കൂട്ടത്തിൽ യോഗം കൂടാൻ വലിയ വലിയ നേതാക്കന്മാരാണ്. ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് യോഗങ്ങൾ നടക്കുന്നത്. ഈ യോഗം ചേർന്നപ്പോൾ ഇബ്ലീസ് അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഇവരുടെ വീട്ടിലേക്ക്. അപ്പോഴാണ് സൂറത്തുൽ അൻഫാലിലെ 30-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. വഇദ് യംകുറു ബികല്ലദീന കഫറൂ ലിയുത്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാൽ. വഇദ് യംകുറു ബികല്ലദീന കഫറൂ ലിയുത്ബിതൂക. അല്ലയോ നബിയേ, തങ്ങളെ ബന്ധസ്ഥനാക്കാനോ അതല്ലെങ്കിൽ വധിച്ചു കളയാനോ അതല്ലെങ്കിൽ നാടുകടത്താനോ വേണ്ടി സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ച സന്ദർഭം ഓർക്കുക നബിയേ. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, വയംകുറൂന വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. വയംകുറൂന, അവർ തന്ത്രം പ്രയോഗിക്കുന്നു. എന്നാൽ വയംകുറുല്ലാഹു, അല്ലാഹു മറുതന്ത്രം പ്രയോഗിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, എന്നാൽ മറുതന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ് എന്ന ആയത്ത് ഇറങ്ങുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വകാനത് ഖുറൈശുൻ ഖദ് തശാവറു ഫീ ദാരിൻ നദ്വ ബിമാ യഫ്അലു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ത് ചെയ്യണമെന്ന് ദാറുൻ നദ്വയിൽ യോഗം ചേർന്ന് ഖുറൈശികൾ പരസ്പരം കൂടിയാലോചന നടത്തിയിരുന്നു. അങ്ങനെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ഈ സമയത്താണ് ഇബ്ലീസ് അങ്ങോട്ട് കയറി വരുന്നത്. ഓരോ യോഗത്തേക്ക് ഇബ്ലീസും കൂടെ വന്നാൽ വളരെ ഉഷാറായി. എന്നിട്ട് ഇബ്ലീസ് പറയാണ്, ഞാൻ നജിദിന്ന് വരികയാണ്,
സമയത്ത് ഇജ്തിമാ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ യോഗം ചേരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വന്നതാണ്. എന്തിനാ വന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ ഉപദേശം നൽകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇബ്ലീസിന് പോലെ എന്താക്കി, ഇവരെക്കാളും വലിയ ആളാണല്ലോ, അവരൊരു അധ്യക്ഷനാക്കിയിട്ട് ഇരുത്തി. അങ്ങനെ അവരെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുക. യോഗത്തിൽ അഭിപ്രായം പറയാൻ തുടങ്ങി. ഒരാൾ പറയാണ്, അദ്ദേഹത്തിന്റെ പേര് അബൂ ബക്തരി എന്നാണ്. അദ്ദേഹം പറയുന്നു, നമുക്ക് എന്ത് ചെയ്യണം? മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദ്വാരങ്ങളും അടച്ച് ഒരു റൂമിലേക്ക് ഇടണം. എന്നിട്ട് അവന്റെ മരണം വരെ തടവിലാക്കണം. പിന്നെ ഭക്ഷണം വെള്ളമൊക്കെ നമുക്ക് മുകളിലൂടെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം. ഓൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് മരണം വരെ അതിൻ്റെ ഉള്ളിൽ കിടക്കണം. ഒരാളെ അഭിപ്രായം കേട്ടു. ഇബ്ലീസ് അതിന് മറുപടി പറയണല്ലോ. അപ്പൊ ഇബ്ലീസ് പറയും, ഹേയ് അതൊന്നും ചെയ്യരുത്, അതൊക്കെ മോശമാണ്. അങ്ങനെ ചെയ്താൽ എന്താണോ അതിന്റെ ഒരു മറുപടി പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ചെയ്താല് മുഹമ്മദിന്റെ ആളുകൾ ആ റൂം എവിടെയാണെന്ന് അന്വേഷിച്ചു വരും. എന്നിട്ടെന്താകും? നിങ്ങളെ എല്ലാരും യുദ്ധം ചെയ്ത് നിങ്ങളെ വധിച്ചിട്ട് മുഹമ്മദിന് ആ റൂമിൽ നിന്ന് പിടിച്ചോണ്ടോ. ഇബ്ലീസിന്റെ ഉപദേശമാണ്. അത് ശരിയാണ്, അപ്പൊ അത് വേണ്ട. ആ അഭിപ്രായം തന്നെ വമീൻ കായിലും അടുത്ത അഭിപ്രായം വരെയാണ് പറയുന്നത്. ഹിശാമുദ്ദീൻ അമ്രാണ്. അവൻ പറഞ്ഞു, യുഖ്റജു മിൻ മക്ക തസ്തരീഹു മിൻഹു. മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് നാടങ്ങ് കടത്താം. എന്നാ പിന്നെ അവന്റെ ശല്യം മക്കയിൽ ഉണ്ടാവൂലല്ലോ, നമുക്കിവിടെ സ്വസ്ഥായിട്ട് ജീവിക്കാം. അപ്പൊ ഇബ്ലീസ് ഇടപെടാണ്. അവനെ പറഞ്ഞു, ഹേയ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അങ്ങനെ ചെയ്താൽ ഓന് മക്കയിൽ നിന്ന് ഏതേ നാട്ടിൽ പോയിട്ടുള്ള ആളുകളൊക്കെ ശല്യപ്പെടുത്തും, എല്ലാം അതിന്റെ വലയിലാണ്. പിന്നെ അവന് കുറച്ച് സംഘങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ആക്രമിക്കും. അപ്പൊ ആ അഭിപ്രായം തള്ളി, അതും വേണ്ട. وتصور إبليس في صورة الشيخ نجدي وقيل هذين الرأيين. ഇബ്ലീസ് ഈ രണ്ട് അഭിപ്രായത്തെയും തള്ളിക്കളഞ്ഞു. ഇബ്ലീസ് വന്നത് എങ്ങനെ അറിയോ? തസവ്വറ ഇബ്ലീസു ഫീ സൂറത്തി ശൈഖിൻ നജ്ദി. നജ്ദിലെ ഒരു വലിയ വയസ്സായ ഒരാളെ പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നവിടെ ഉത്തർന്ന. എന്നിട്ട് വഖയ്യല ഹാദൈനി റഅയൈനി, ഈ രണ്ട് അഭിപ്രായങ്ങളെ തള്ളിക്കളഞ്ഞു. അതിന് മറു ന്യായങ്ങളും അവൻ പറഞ്ഞു. അങ്ങനെയാണ് വമിൻ ഖായിൽ മറ്റൊരാളെ അഭിപ്രായം പറയാണ്. അവന്റെ പേര് അബൂജഹലിന്. അബൂജഹലിന്റെ അഭിപ്രായം പറയാണ്. എന്താ ചെയ്യേണ്ടത്? എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഒരാള് പ്രതിനിധീകരിച്ചിട്ട് വരണം. എന്നിട്ടോ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഒരു 100 ആളുണ്ടാകണം. എന്നിട്ട് 100 ആളുടെ കയ്യിലും വാള് വേണം. വാളുണ്ടായിട്ടോ ഒരൊറ്റ വെട്ട്, എല്ലാരും കൂടെ ഒപ്പം ഒരൊറ്റ വെട്ട്. ആരെ? മുഹമ്മദ് ഹബീബായ തങ്ങളെ വെട്ടണം. എന്നിട്ട് അങ്ങനെ നമ്മുടെ മുഹമ്മദിനെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൊന്നാല് ആരാണ് കൊന്നത് എന്ന് പിടുത്തം കിട്ടൂല. ഇതാ കൊന്നത്, മോനാണ്, ഇവനാ കൊന്നത്, ഇവനാ കൊന്നത്. അത് 100 ആളോട് ചോദിച്ചാലും 100 ആളും ഉത്തരവാദിയാണ്. അങ്ങനെ ഉത്തരവാദിയാകുന്നു മാത്രല്ല, അപ്പൊ ഫലാ തഖ്ദിറു ബനു ഹാശിമിൻ ലിമുഹാറബത്തി ഖുറൈശി കുല്ലിഹാ. അങ്ങനെ വരുമ്പോ ഖുറൈശികള് ബനു ഹാശിം ആളുകളൊക്കെ അന്വേഷിച്ചിട്ട് വരും, ആരാണ് ഇതിന്റെ കൊലയാളി. അപ്പോ ഇവർക്ക് ആരാണ് ഇത് കൊന്നത് എന്ന് ഒരു പിടുത്തം കിട്ടാതെ വരും. എന്ന് മാത്രമല്ല, അവര് എങ്ങാനും നമ്മോട് അതിനൊരു നഷ്ടപരിഹാരം ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും വീതം വെച്ചിട്ട് എല്ലാം കുറച്ച് എടുത്തിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം മുഹമ്മദിന്റെ കൊലയിൽ എന്ന് ആരാ പറഞ്ഞത്? അബൂജാഹിൽ പറഞ്ഞു. അപ്പോ നിയന്ത്രിക്കുന്നതാരാ? ഇബ്ലീസാണ്. ഇബ്ലീസ് ഇത് നല്ല അഭിപ്രായം, ഇത് നല്ല അഭിപ്രായ. ഇബ്ലീസ് പറഞ്ഞു,
ബഹറുൽ മുഹീത്ത് 4-ാം വാള്യം 418-ാമത്തെ പേജിലാണ് ഈ സംഭവം പറയുന്നത്. ഈ അഭിപ്രായം പറഞ്ഞപ്പോ ഖുറൈശികൾക്ക് എല്ലാവർക്കും വലിയ സംതൃപ്തിയായി. അപ്പോഴേക്കും ഒരു ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ചർച്ച ഇങ്ങനെ നടക്കുകയാണ്. ഇവര് ചർച്ച ഉറപ്പിച്ചു. എങ്ങനെ? എല്ലാവരും കൂടെ ഒരൊറ്റ വെട്ട് ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. മറുവശത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കാൻ അല്ലാഹു ഉണ്ടല്ലോ. അതാണല്ലോ വല്ലാഹു ഖൈറുൽ മാകിരീൻ. മറുതന്ത്രം പ്രയോഗിക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ് എന്ന് പഠിപ്പിച്ചത്. ഇപ്പുറത്ത് എന്ത് നടക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ എങ്ങനെ കൊടുക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന എല്ലാം അറിയിച്ചു കൊടുക്കുകയാണ്. ഈ ഗൂഢാലോചനയെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ശത്രുക്കൾ ഇത്തരം ഒരു കഠിനമായ ഒരു ക്രൂരത ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ ഹിജ്റ പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് മദീനയിൽ പോകാൻ അല്ലാഹു അനുമതി നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ ചെല്ലുന്നത് എങ്ങോട്ടാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നിരിക്കലും രാവിലെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ വൈകുന്നേരമാണ് വീട്ടിലേക്ക് വരിക. ഇതിനെ സംബന്ധിച്ച് മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹിജ്റയുടെ ഏകദേശം 3 വർഷം മുമ്പാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്യുന്നത്. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. പിന്നെ ആ ഒരു വിഷമം കഴിഞ്ഞ് ഇസ്റാ മിഅ്റാജ് കഴിഞ്ഞ് ഹിജ്റ പോകുന്നതിന്റെ ആ ഒരു മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തു. പിന്നീട് കൂട്ടിക്കൊണ്ടുവരലൊക്കെ മദീനയിൽ വെച്ചാണ് എന്നതാണ് ചരിത്രം. ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വലിയ പണ്ഡിതയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ഇരിക്കട്ടെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. അത്രയും വലിയ ബന്ധാണല്ലോ. ഒന്നുകിൽ രാവിലെ പോകും, അല്ലെങ്കിൽ വൈകുന്നേരം പോകും. പക്ഷേ ഇന്നത്തെ വരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നട്ടുച്ച സമയമാണ് വരുന്നത്. എന്തിനാണ് വരുന്നത്? ഹിജ്റക്ക് സമ്മതം കിട്ടിയ വിവരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞു, വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ശത്രുക്കൾ ഗൂഢാലോചന നടത്തിയതും എല്ലാം പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ സമ്മതം കിട്ടിയിട്ടുണ്ട്, നമുക്ക് മദീനയിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ലയോ നബിയേ, അസ്സുഹ്ബത്തു യാ റസൂലല്ലാഹ്, ഓ നബിയേ, അങ്ങയുടെ കൂടെ എന്നെയും ഒന്ന് കൊണ്ടുപോകുമോ? ഞാനും ഞങ്ങളുടെ കൂടെ വരട്ടെയോ നബിയേ? എന്തൊരു സ്നേഹമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടെന്നറിയോ? അതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങോട്ടും ഇവിടെ അങ്ങോട്ടും വലിയ സ്നേഹബന്ധമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നീരുപോലെ പിന്തുടർന്ന ഒരു സ്വഹാബിയായിരുന്നു മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി തങ്ങളോട് ഈ വിഷയം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല നഅം, ഓ സിദ്ദീഖേ, നിനക്കും എന്റെ കൂടെ പോരാം എന്നങ്ങ് പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ വാപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾക്കും എന്റെ കൂടെ പോരാം എന്ന് പറഞ്ഞപ്പോ എന്തൊരു സന്തോഷാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ സന്തോഷം കൊണ്ട് എന്റെ വാപ്പ കരയുകയാണ്. നിങ്ങൾ നോക്കൂ,
അവരുടെ പ്രയോഗമാണ്, അറബികളുടെ ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ഫിദാക്ക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്തങ്ങ് പറഞ്ഞാലും എന്റെ വാപ്പയും ഉമ്മയും തങ്ങൾക്ക് ദണ്ഡമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പയെക്കാളും വലുത്, എന്റെ ഉമ്മയെക്കാളും വലുത് തങ്ങളാണ് നബിയെ എന്നർത്ഥം കുറിക്കുന്ന ഈ വാചകം സ്വഹാബികളുടെ ഒരു പതിവാണ്. ഇതും പറഞ്ഞ് എന്റെ വാപ്പ ഇങ്ങനെ കരഞ്ഞു. അപ്പോഴാണ് എന്റെ വാപ്പയുടെ ഈ കരച്ചിൽ അതെന്താണ്? സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത് സന്തോഷത്തിന്റെ കണ്ണുനീർ അത് തണുപ്പിന്റെ കണ്ണുനീരാണ്, ദുഃഖത്തിന്റെ കണ്ണുനീർ അത് ചൂടുള്ള കണ്ണുനീരാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാള് ഗൾഫിലേക്ക് പോവുകയാണ്, അപ്പൊ ഭയങ്കര ടെൻഷനായിരിക്കും, അത് ദുഃഖാണ്. അതല്ലെങ്കിൽ മരണപ്പെട്ടാൽ അത് വലിയ ദുഃഖാണ്, അത് ദുഃഖത്തിന്റെ കണ്ണുനീരാണ്. അപ്പൊ നമുക്ക് ആ കണ്ണുനീര് ചൂടിന്റെ കണ്ണുനീരാണ്. എന്നാൽ ഒരാൾ വിദേശത്ത് നിന്ന് വന്നു, വിദേശത്ത് നിന്ന് വരുമ്പോ ഒരു ഉമ്മക്ക് എന്തൊരു സന്തോഷമാണ്. ഉമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചിലപ്പോ കണ്ണിൽ നിന്ന് വെള്ളം വരുമെങ്കിലും അത് തണുപ്പിന്റെ കണ്ണുനീരാണ്. ആ തണുപ്പിന്റെ കണ്ണുനീർ സ്നേഹം കൊണ്ട് കണ്ണുനീർ ഒലിച്ചു എന്ന് പറയുന്നു. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 800 ദിർഹം അഥവാ വെള്ളി നാണയം ഉപയോഗപ്പെടുത്തി നല്ല ടോപ്പ് ഒട്ടകങ്ങളെ 2 എണ്ണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാങ്ങി. ഒന്ന് എന്റെ കൂട്ടുകാരൻ, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഒന്ന് എനിക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയിൽ കയറിയ ഒട്ടകത്തിന് അൽ ഖസ്വാ എന്ന് പേരുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ അങ്ങനെയും ഒരു അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അൽബാ എന്ന ഒരു ഒട്ടകം വേറെയുണ്ട്. അതിലാണ് മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ നാളെ മഹ്ശറയിൽ കയറി വരിക എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. അല്ലാഹുവേ, ആ നല്ല നല്ല സുദിനങ്ങളിലൊക്കെ ഞങ്ങളെയൊക്കെ മുത്തഖീങ്ങളിൽ ശ്രദ്ധിച്ചതരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ചരിത്രത്തിൽ കാണാൻ കഴിയും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ 800 ദിർഹം വെള്ളി നാണയം ഉപയോഗിച്ചത് വാങ്ങിയിട്ടുണ്ടെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലേ മുസ്ലിം, ഇതിനെത്ര പൈസ ആയിട്ടുണ്ട്, ഇതിനെത്ര വില വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വില പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ അതേ വില തന്നെ കൊടുത്തു, ആ ഒട്ടകത്തെ വാങ്ങി. അത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ചരിത്രത്തിൽ കാണാൻ കഴിയും, ഒരു വലിയ ദൗത്യമാണ് ഹിജ്റ എന്നുള്ളത്, വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതിന് എന്റെ വാഹനം അത് എന്റെ സ്വന്തം ചെലവിലാകണം എന്നൊരു ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വില സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത് വാങ്ങിയത് എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. ഞാൻ ചുരുക്കുന്നു, അങ്ങനെ അവരുടെ യാത്രക്ക് വഴി കാട്ടാൻ വേണ്ടി എന്ന ആളെ കൂലിക്ക് വിളിച്ചു. ഒട്ടകങ്ങളെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം സൗർ ഗുഹയുടെ അടുത്ത് എത്താനും നിർദ്ദേശം നൽകി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു മകളാണ് അസ്മാ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. മഹദിയുടെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു. അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറുതാണല്ലോ, അപ്പൊ ജ്യേഷ്ഠത്തിയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചത്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹു തന്റെ ഉടുപ്പിന്റെ മേൽ ഇങ്ങനെ ചുറ്റുന്ന ഒരു പട്ടുവസ്ത്രം അതണ്ട് ചീന്തിയിട്ട് അത് 2 കഷ്ണാക്കി. ഒന്നുകൊണ്ട് ഭക്ഷണപാത്രം കെട്ടാനും മറ്റേ കഷ്ണം കൊണ്ട് കുടിവെള്ള പാത്രം കെട്ടാനും വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ ആ ഉടുപ്പണ്ട് കീറിയിട്ട് 2 കഷ്ണാക്കിയിട്ട്, നമ്മളുടെ പഴയ കാലത്ത് ഉറി എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ തൂക്കിയിട്ട് പൂച്ചൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ അട്ടിയാക്കുന്ന രൂപത്തിൽ ഇങ്ങനെ 2 ഭാഗത്ത് ഇങ്ങനെ ആക്കി വെച്ചു. എന്നിട്ട് ഒന്നിൽ ഭക്ഷണ സാധനം, മറ്റൊന്നിൽ കുടിക്കാനുള്ള വെള്ളം, ഇത് 2ഉം തയ്യാറാക്കി കെട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് പോയി. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്ദർഭോചിത ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്മാ റളിയല്ലാഹു അൻഹാക്ക് ഒരു പേരിട്ട് കൊടുത്തു, ദാത്തുൻ നിതാഖൈൻ.
എന്നൊരു പേര്. 2 നിതാത്ത് ഉടയവർ, 2 വസ്ത്രം, 2 ഉടുപ്പ്, ഒരു തരം ഉടുപ്പിന്റെ പേരാണ് നിതാത്ത്. അപ്പൊ 2 ഉടുപ്പിന്റെ ഉടമ എന്ന രൂപത്തിൽ ഒരർത്ഥം കുറിക്കുന്ന പേര് അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. ഇത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. സൗർ ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പോകുമ്പോൾ ഭക്ഷണ സാധനങ്ങളുമായിട്ട് ഇങ്ങനെ പോയി അങ്ങനെ ഒട്ടകപ്പുറത്ത് ഇത് കെട്ടിവെക്കണല്ലോ. കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കെട്ടിവെക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന കയർ എടുക്കാൻ മറന്നുപോയപ്പോ ഈ ഉടുപ്പട് കീറിയിട്ട് ഉടനെ ഒരു കയറാക്കിയിട്ട് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്തിന്റെ മുകളിൽ കെട്ടിക്കൊടുത്തു. അതുകൊണ്ടാണ് ദാത്തുൻ നിതാഖൈനി എന്ന പേര് ലഭിച്ചത് എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്റെ സ്വഹാബത്തും മക്കയും വിട്ട് മദീനയിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവരും ഏറ്റെടുക്കണം. നമ്മുടെ സദസ്സ് അല്ലാഹു കബൂലാക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചതാവട്ടെ. എല്ലാവരും അടുത്തേക്ക് വരണം. നമുക്ക് യാത്ര ചെയ്യണം. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحديث العظيم مولاي صل وسلم دائما أبدا بك خير الخلق كلهم ولن يضيع رسول الله جاهك بإذا الكريم تجلى باسم منتقم مولاي صل وسلم أبدا بك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا لعل رحمة ربي حين يكسبها تأتي على حسب عصيان في الحساب مولاي صل وسلم دائما أبدا الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير مدخرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم والطف بعبدك في دارين إن له صبر
صلاة منك نائمتي على النبي بمنهل منسجم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد وسلم الآل والصحب ثم التابعين له أهل التقى والنقى والعلم والكرم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ما نهت عذبات باني حصبان وقطرب الغيث حادي عيس بالنغمي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد وسلم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله سعد سعيد زبير طلحة وأبي عبيدة وابن عبد العشير الكرم سيدنا رسول الله سيدنا رسول الله سيدنا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي إنا من أبدا الله على حبيبك خير ബഹുമാനപ്പെട്ടെ എല്ലാവരും ഇരിക്കുക. നമ്മുടെ ഹംസ ഹാജിയുടെ മകൻ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ആണ്ടിന്റെ മാസമാണ് സഫറും മുമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അദ്ദേഹം നൽകിയ ഹദിയ മുതലാക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടോ അവരുടെയൊക്കെ ഖബറുകൾ വിശാലമാക്കി. നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്തുള്ള ആ മകന്റെ വിഷമങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരത്തിന് വേണ്ടി ചെയ്യും. ഒരു 10 ദിക്ർ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്കും അർവാഹിലേക്കും നമ്മൾ ഹദിയ ചെയ്യുന്നു. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. إله إلا الله